നമുക്കിന്ന് മറ്റൊരു ആനയൂട്ടും കൂടി കണ്ടുവന്നാലോ. ഇത് പുളിഞ്ചോട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ആനയൂട്ടായിരുന്നു. ഒരാന മാത്രമുണ്ടായിരുന്ന ചടങ്ങിൽ ഭക്തജനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. 10 മണിക്ക് നടക്കുന്ന പരിപാടികൾ നമ്മൾ 10:30 ആയപ്പോഴേക്കും ഒരുങ്ങി കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അമ്മയനിധിയും മോനും ഞാനും കൂടിയിട്ട് ഓട്ടോയിലാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് കുറച്ച് അകലെയാണ് അമ്പലം എന്നുണ്ടെങ്കിലും അമ്പലം കാണാൻ ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയപ്പോൾ ഇതാ ആനയൂട്ടിന് വേണ്ടിയിട്ട് എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. നല്ലൊരു കൊമ്പനായ ആനയുടെ ചന്തം നോക്കി നിൽക്കുന്നതുകൊണ്ട് തന്നെ ആനയുടെ പേര് നോക്കാനായിട്ട് ഞാൻ മറന്നുപോയി. അമ്പലത്തിലെ മേൽശാന്തിയാണ് ആനയ്ക്ക് ആദ്യത്തെ ഉരുള ചോറ് കൊടുക്കുന്നത്. ശേഷം ബാക്കിയുള്ള ശാന്തിമാരും കമ്മിറ്റിക്കാരും എല്ലാം ഇതുപോലെ ചോറ് നീതിച്ചു. അങ്ങനെ നമ്മളും ചെന്ന് റെസീറ്റ് എടുത്തു. റെസീറ്റിന് ഇവിടെ 50 രൂപയായിരുന്നു. ഭക്തജനങ്ങൾക്ക് കൊടുക്കാൻ കിട്ടിയത് പൈനാപ്പിളും അതുപോലെ വെള്ളരിക്കും കരിമ്പും മറ്റുമായിരുന്നു. നമ്മളും പ്രാർത്ഥിച്ച് വേഗം ആനയൂട്ടൊക്കെ കൊടുത്തതിന് ശേഷം അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി തൊഴുതിറങ്ങിയപ്പോഴാണ് അമ്പലത്തിൽ ഗജപൂജ കഴിഞ്ഞിട്ട് ഗണപതിയുടെ ഒരു കളം കാണുന്നത്. ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്നു. പ്രസാദൂട്ടുണ്ടായിരുന്നതാണ്. സാമ്പാർ, അവിയൽ, ക്യാബേജ്, അച്ചാർ, പപ്പടം. ആഹാ സുഭാഷ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകാനായിട്ട് ഓട്ടോ നോക്കിയിരിക്കുമ്പോഴാണ് ഇതാ ഉണ്ണിയുടെ കൂട്ടുകാരി, നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ഉണ്ണിയുടെ വീടും, ആദ്യം മോള്. അപ്പോൾ രണ്ടുപേരും കൂടെ നല്ല കളിയാണ്. അവിടെ സാറ്റ് കളിക്കായിരുന്നു. അപ്പോൾ അവിടെ കൂടി നിന്ന് എല്ലാവരും അവരെ കളി നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഓട്ടോ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ പോന്നു. അവൻ പിന്നെയും കരച്ചിലായി ആദ്യനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നാളെ അംഗനവാടി പോയിട്ട് കാണാമെന്ന്. അങ്ങനെ സമാധാനിപ്പിച്ച് നമ്മൾ വീട്ടിലെത്തി. മറ്റൊരു ദിവസത്തെ കാഴ്ചകളായിട്ട് ഇനിയും കാണാം. ശുഭം.